വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടികയിൽ വിശദമായ പരിശോധനയുമായി രാഷ്ട്രീയ പാർട്ടികൾ സജീവമാകുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാരുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായി നടത്തിയ ഈ വലിയ ശുദ്ധീകരണ പ്രക്രിയയിൽ അർഹരായവർ ആരെങ്കിലും പുറത്തായിട്ടുണ്ടോ എന്നാണ് പാർട്ടികൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പരിശോധനയ്ക്കായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. പുതിയ പട്ടിക പ്രകാരം സംസ്ഥാനത്ത് ഏകദേശം 9 ലക്ഷത്തോളം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ 2,69,53,644 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചെങ്കിലും ഒരേ കുടുംബത്തിലുള്ളവർ തന്നെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന അവസ്ഥ ചില ബൂത്തുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നതായി പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ CPM ഈ വിഷയം ഗൗരവമായി ഉന്നയിച്ചിരുന്നു. അർഹതയില്ലാത്ത പലരും പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നും ഇതിൽ വിശദമായ പരിശോധന ആവശ്യമാണെന്നുമാണ് CPMന്റെ നിലപാട്. എന്നാൽ കരട് പട്ടികയിൽ അന്ന് അകാരണമായി ഒഴിവാക്കപ്പെട്ട പല പേരുകളും അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് നേട്ടമാണെന്നാണ് കോൺഗ്രസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. എങ്കിലും ഓരോ ബൂത്തിലും പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച് പട്ടികയിലെ അപാകതകൾ കണ്ടെത്താൻ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ട്. ഹിയറിംഗ് നടപടികൾ പൂർത്തിയായിട്ടും പട്ടികയിൽ പേര് വരാത്തവർക്കും അർഹത ഉണ്ടായിട്ടും ഒഴിവാക്കപ്പെട്ടവർക്കും നിയമപരമായ അപ്പീൽ നൽകാൻ അവസരമുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടിക പുതുക്കുന്നതിനിടെ പരാതികളോ ആക്ഷേപങ്ങളോ ഉള്ളവർക്ക് 2 ഘട്ടങ്ങളിലായി അപ്പീൽ നൽകാവുന്നതാണ്. ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെഷൻസ് 24A പ്രകാരം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് 1ാം അപ്പീൽ നൽകാം. തീരുമാനം പറഞ്ഞ് 15 ദിവസത്തിനകം വേണം ഈ അപ്പീൽ സമർപ്പിക്കാൻ. ജില്ലാ കളക്ടറുടെ ഉത്തരവിന്മേലും പരാതിയുണ്ടെങ്കിൽ സെഷൻസ് 24B പ്രകാരം സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് 2ാം അപ്പീൽ നൽകാവുന്നതാണ്. ആദ്യ അപ്പീലിലെ ഉത്തരവ് ലഭിച്ച 30 ദിവസത്തിനകം ഇതിനായുള്ള അപേക്ഷ സമർപ്പിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനിയും അവസരമുണ്ടെന്ന് ശ്രദ്ധേയമാണ്. അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചുവെങ്കിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ പുതിയ അപേക്ഷകൾ സ്വീകരിക്കും. തീവ്ര പുതുക്കൽ പ്രക്രിയയിൽ ഉൾപ്പെടാത്തവർക്കും ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയായവർക്കും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയോ NVSP പോർട്ടൽ വഴിയോ അപേക്ഷിക്കാം. 2026 ജനുവരി 1 യോഗ്യതാ തീയതിക്കായി കണക്കാക്കിയാണ് ഈ പുതുക്കൽ നടന്നത്. മരിച്ചവർ, താമസം മാറിയവർ, ഇരട്ടിപ്പുള്ളവർ എന്നിവരെ ഒഴിവാക്കിയതിലൂടെ പട്ടിക കൂടുതൽ കുറ്റമുറ്റതാക്കാൻ കഴിഞ്ഞതായാണ് ഔദ്യോഗിക വിലയിരുത്തൽ. പൊതുജനങ്ങൾക്ക് തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് വളരെ എളുപ്പത്തിൽ പരിശോധിക്കാവുന്നതാണ്.